ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ചെറിയ കിളികളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു കൂട് സെറ്റ് ചെയ്യാമെന്ന്. ഇവരാണ് കേട്ടോ ഞങ്ങളുടെ രണ്ട് സുന്ദര കുട്ടന്മാർ. ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നത് ഫ്രിഞ്ചേഴ്സ് ആയിരുന്നു, നാലെണ്ണത്തിനെയും പ്രാപ്പിടിയൻ പോലുള്ളൊരു പക്ഷി വന്ന് നാലെണ്ണത്തിനെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കിളികളൊന്നും വളർത്താറില്ലായിരുന്നു. അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ട് മുറിവുകളോടെ ഞങ്ങൾക്കൊരു തത്തയെ കിട്ടുന്നത്. അതിനെയാണ് ഈ കൂട്ടിൽ രണ്ടാമതായിട്ട് വളർത്തിയത്. അതിൻ്റെ മുറിവുകളൊക്കെ ഭേദമായി ഒരു 5-6 മാസം കഴിഞ്ഞ് അത് ഓക്കെ ആയപ്പോഴേക്കും അതിനെ ഞങ്ങൾ തുറന്നു വിട്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ കൂട് അങ്ങനെ വെറുതെ കുറേ ദിവസമായിരുന്നു. അതിനുശേഷം ഇവരെ വാങ്ങിയതാണ് രണ്ടുപേരെയും. അപ്പോൾ ഇവരെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു കയറിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കട ഷിഫ്റ്റ് ചെയ്തപ്പോൾ പൊളിച്ചു മാറ്റിയ കുറേ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് ഞങ്ങളിന്ന് കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാം പഴയതാണ് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ രണ്ട് പൈപ്പ് ഉണ്ടായിരുന്നു. അതിനെ ഒരു ചെറിയ കഷ്ണം അലുമിനിയം പൈപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ വാതിൽ പോലെ ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ കുറച്ച് പൊക്കത്തിൽ തന്നെ കിട്ടി. ഇതാ ഇവിടെയാണ് കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ തൂണ് വെക്കാൻ കണക്കിനുള്ള രണ്ട് ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ തൂണ് സെറ്റ് ചെയ്തു. ഫിക്സഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സിമൻറ്റും മണലും മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട് ഉറപ്പിച്ചു. നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കയറ് കൂടെ ഉപയോഗിച്ച് ഒന്ന് കെട്ടിവെച്ച് കേട്ടോ. ഇതിനെ സിമൻ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മേൽക്കൂരയുടെ വർക്കാണ് കേട്ടോ ചെയ്തത്. അത് ഒരുപാട് ടൈം എടുത്ത് കേട്ടോ. അളവൊക്കെ എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് അതിൻ്റെ മേൽക്കൂരയ്ക്ക് വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്ത് ഓരോന്നും ജോയിൻ ചെയ്ത് ഒരു നല്ല മേൽക്കൂര തന്നെ ഉണ്ടാക്കി കേട്ടോ. ഈ തൂണിന് പുറത്താണ് കേട്ടോ ഞങ്ങളിനി മേൽക്കൂര സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ വീടിനും ചുറ്റും അതിലില്ല കേട്ടോ ഞങ്ങളുടെ ഈ ഏരിയയിൽ. ഈ ഷീറ്റിനെ രണ്ടായിട്ട് കട്ട് ചെയ്താണ് മേൽക്കൂര ഇടാനായിട്ട് പോകുന്നത്. അടുത്ത് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മേൽക്കൂര സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് കിളികൾക്കുള്ള കൂട് സെറ്റായി കേട്ടോ. ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഈ കിളിക്കൂട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങളുടെ കുഞ്ഞും കിളികളെയും ഞങ്ങളുടെ കുഞ്ഞു കൂടും ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.